നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ആരും നല്ലൊരു വാക്ക് പറയാൻ പാടില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ സതീശ ഫാൻസുകാർക്കും സുധാകര ഫാൻസുകാർക്കും അവരെ വളഞ്ഞിട്ട് തെറിവിളിയാണ് ജോലി. ഒപ്പം കുറച്ച് സംഖ്യകളും ഇവരോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോ ഇവരുടെ ഇര ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനാണ്. അതിന് കാരണമായിരിക്കുന്നത് ഈ അടുത്താണ്, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ആയിരുന്നു, ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളി പള്ളിയിൽ ഒരു അനുസ്മരണ ചടങ്ങ് വെച്ചിരുന്നു. ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ സ്വന്തം പിതാവ് അസുഖബാധിതനായിരുന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. ചെയ്തതിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു. അത് വല്ലാതെ പൊള്ളിച്ചിരിക്കുകയാണ്. പിണറായി വിജയനെ കുറിച്ച് ഒരക്ഷരം നല്ലത് പറയാൻ പാടില്ല. പുറത്ത് നമുക്ക് സഹായം കിട്ടിയിട്ടുണ്ടെങ്കിലും അത് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് വെളിയിലിറങ്ങി പുലഭ്യം പറഞ്ഞോളാം. അതായിരിക്കണം നല്ല രാഷ്ട്രീയ പ്രവർത്തനം, നല്ല പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിലുള്ള കുറേയേറെ പരിശീലനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ അണികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചാണ്ടി ഉമ്മനെ ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസത്തെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതായത് വിഴിഞ്ഞത്ത് മദർഷിപ്പ് വന്ന സന്ദർഭത്തിൽ വിസിലിന്റെ സിഇഒയും ശബരിനാഥൻ എന്ന യൂത്ത് നേതാവിന്റെ ഭാര്യയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർ ഇതുപോലെ പിണറായിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ നേതൃപാടവത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ഭരണ മികവിനെ കുറിച്ചൊക്കെ അവർ പ്രകീർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കേട്ടപ്പോഴും സമാനമായിരുന്നു അനുഭവം. ഇപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞതെന്ന് നിങ്ങൾ കേൾക്കണമല്ലോ. കാര്യം, ഒരു വ്യക്തിയുടെ പിതാവ് വയ്യാതെ കിടന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ജർമ്മനി പോകാൻ സൗകര്യം ഒരുക്കി കൊടുത്തതും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലപ്പോഴും വിളിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് പറയണ്ടേ? അത് മാത്രമല്ലേ പറഞ്ഞോളൂ. അതെന്തോ ഈ നാട്ടിലെ വലിയ അപരാധമാണത്രേ. ഏത് ഇത് എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട്. അങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. കാരണം അങ്ങയെ കാണുവാൻ ഞാൻ വന്നതാണ്. ഞാൻ അതിൻ്റെ വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങയെ കാണുവാൻ ഞാൻ വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്ത് വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞു. അങ്ങ് ഇവിടെ വന്നതിനുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഓർമ്മകൾക്ക് മാത്രമല്ല, ഞാനിന്ന് ഓർക്കുന്നൊരു കാര്യം, ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. എൻ്റെ പിതാവിനെ കുറെ നാൾ ചികിത്സിച്ച ഡോക്ടറാണ്. ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഇന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഡോക്ടറിന്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. 2022 ഒക്ടോബറിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായ വിമാനമാർഗം ആലുവയിലെത്തി. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം തിരിച്ചു പോയത് നമ്മളാരും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എൻ്റെ പിതാവിന് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട്. 1970 ഇവരൊന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ്. ശ്രീ PJ ജോസഫ് സാറും അന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ പ്രസൻസിന്, അങ്ങയുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതൊന്നും ആരെക്കൊണ്ട് നിർബന്ധിച്ച് പറയിക്കുന്നതല്ല, സ്വാഭാവികമായി പറഞ്ഞു പോകുന്നതാണ്. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ നമുക്ക് മറ്റുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടായ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ്. അത് ചെയ്യാൻ കാരണം ഒരു മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യം. ആ മുഖ്യമന്ത്രിക്ക് ആ സഹായം ചെയ്യുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള മറിയാമ്മ പറഞ്ഞു എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായിട്ട് പിണറായിയെ വിളിക്കേണ്ടതുണ്ട്, കാര്യം അദ്ദേഹമൊക്കെ ചെയ്തു തന്ന സഹായം മറക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ വിലമതിക്കാൻ പറ്റാത്ത സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത്. അത് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ഒരാളോടുള്ള രാഷ്ട്രീയ മര്യാദയാണ്. അന്ന് പിണറായി വിജയൻ തന്നെ ഇദ്ദേഹം അസുഖബാധിതനായിരിക്കുന്ന സന്ദർഭത്തിൽ നേരിട്ട് കാണാൻ പോയിരുന്നു. ചികിത്സയ്ക്ക് ജർമ്മനിയിലേക്ക് പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ അസുഖ വിവരങ്ങൾ തിരക്കി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാനായിട്ട് അദ്ദേഹം അവിടെ പോയി ആശംസിക്കുക വരെ ചെയ്ത വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന് അദ്ദേഹത്തോട് ഒരു കടപ്പാടുണ്ടാകില്ലേ? അത് പറയണ്ടേ? അത് പറയാൻ പാടില്ല. സതീശന്റെയൊക്കെ പുതിയ യൂണിവേഴ്സിറ്റി പ്രകാരമാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൈനീട്ടി വാങ്ങുകയോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം നന്ദികേട് പോലെ പ്രവർത്തിക്കണം. അതാണ് പഠിപ്പിച്ചുകൊണ്ടുവരുന്ന കാര്യം. അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. കാര്യം സതീശ പക്ഷക്കാരാണല്ലോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ. സതീശനാണല്ലോ ഇപ്പൊ അവരുടെ ദൈനംദിനമുള്ള വാർത്താ കച്ചവടത്തിന്റെ സംവിധായകൻ അദ്ദേഹമാണല്ലോ. ആ ഓഫീസ് കേന്ദ്രീകരിച്ചാണല്ലോ ഇവർക്ക് വേണ്ട പല കാര്യങ്ങളും ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് സതീശപക്ഷ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ പ്രതികരണം തേടിപ്പോയത്. രാഷ്ട്രീയം ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവം, കാരണം എൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സാഹചര്യമാണ്. ശ്രീ ശശി തരൂരിനറിയാം 5 വർഷക്കാലം മുമ്പ് അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങളെ ജർമ്മനിക്ക് അയച്ചതെന്ന്, 22-ൽ എങ്ങനെയാണ് ജർമ്മനിക്ക് അയച്ചത് എന്നുള്ളത്. അദ്ദേഹം എടുത്ത താല്പര്യമൊന്നും ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ എടുത്ത താല്പര്യം മറക്കാൻ പറ്റത്തില്ല. ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ദയവേത് ക്ഷമിക്കണം. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയുടെ പാതയിൽ വിശ്വസിക്കുന്നു, സഹിഷ്ണുതയുടെ പാതയിൽ വിശ്വസിക്കുന്നു. അത് ഗാന്ധിയൻ പാതയാണ്, അത് രാഹുൽ ഗാന്ധിയുടെ പാതയാണ്, അത് ശ്രീമതി സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പാതയാണ്. ആ പാതയിലാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. അത് വിട്ട് ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? ഒരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു. അതിലെങ്ങനെയാണ് എൻ്റെ അനുസ്മരണത്തിൽ പോലും, അനുസ്മരണത്തിനെങ്കിലും വെറുതെ വിടൂ, അനുസ്മരണത്തിനെങ്കിലും നിങ്ങൾ വെറുതെ വിടൂ. ഈ പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾക്കറിയാം, സോളാർ സമയത്ത് എൻ്റെ പിതാവിനെ ആക്രമിച്ചു, എന്നെ ആക്രമിച്ചു, എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. എനിക്ക് പറയുന്നതിലൊന്നും മടിയില്ല. എൻ്റെ കല്യാണം വരെ മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. അതും ക്ഷമയുടെ പാതയല്ലേ? അതും സഹിഷ്ണുതയുടെ പാതയല്ലേ? 22-ൽ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. എൻ്റെ ക്ഷമയുടെ പാതയിലാണ് അങ്ങ് നിൽക്കുന്നതെന്ന് അങ്ങ് മറക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആ ക്ഷമയുടെ പാതയിൽ തന്നെ മുന്നോട്ട് പോകും. രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ കറുത്ത് ഉടുത്ത് വഴിയിലിരുന്ന് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച ആളാണ്. രാഷ്ട്രീയമായി എതിർപ്പ് തുടരും. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അതേസമയം റിക്കൺസിലേഷനുമുണ്ട്. നമ്മുടെ ഒരു സമൂഹം ഒന്നിച്ചു പോകണമെങ്കിൽ എല്ലാവരും വേണം. ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഡോക്ടർ തരൂരും എന്നിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തിനേക്കാളേറെ മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. പിണറായി വിജയനെ കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ കുറെ കാലം പ്രചരിപ്പിച്ചിരുന്നുകൊണ്ടിരുന്ന കാര്യമുണ്ട്. ഈ നാട് പിണറായി വിജയനെ അംഗീകരിച്ചു തുടങ്ങിയത് 2 പ്രളയത്തിന്റെ സന്ദർഭം നമ്മൾ കണ്ടു, കൊറോണയുടെ കാലഘട്ടം കണ്ടു. ആ കാലഘട്ടത്തിലെല്ലാം പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഭരണ മികവ് കൊണ്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് ഈ നാട് മാധ്യമങ്ങൾ സൃഷ്ടിച്ച കഥകൾക്കപ്പുറം ആ പുറന്തോട് പൊളിച്ച് പിണറായി വിജയൻ പുറത്തേക്ക് വരുമ്പോൾ അതായിരുന്നില്ല എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായ അംഗീകാരങ്ങൾ ലഭിച്ചു. ഈ നാട് ഒന്നടങ്കം അദ്ദേഹത്തിന്റെ മികവിനെ അംഗീകരിച്ചു. പക്ഷേ സഹിക്കുന്നില്ല. എങ്ങനെയും അതിനെ അട്ടിമറിക്കാൻ വേണ്ടി കള്ളക്കഥകളും ഇല്ലാ കഥകളും വീണ്ടും സംഘടിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചില നന്മ വാക്കുകൾ ഇതുപോലെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത്. അതെന്തുകൊണ്ടാണ്? അത് പിണറായി വിജയൻ എന്ന വ്യക്തി ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ, അതായത് പ്രതിസന്ധിയിൽ നിൽക്കുന്നവരുടെ കൈ പിടിച്ച് കയറ്റുന്നതുകൊണ്ടാണ്. അത് അവർക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ്.
അത് പറയുന്നേ. അത് നിങ്ങൾ ഇനി എത്ര വായ്മൂടി കെട്ടാൻ ശ്രമിച്ചാലും ഈ സമൂഹത്തിന്റെ മുന്നിൽ ചിലരിലൂടെ അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. കാര്യം ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യവും അത് സ്ട്രെയിറ്റ് ഫോർവേഡുമാണെങ്കിൽ അതിന് സ്വാഭാവികമായിട്ട് അംഗീകാരങ്ങൾ തേടി വരും. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ പോലൊരു അനുസ്മരണ വേദിയിൽ ഇത്രയും പരസ്യമായിട്ട് ചാണ്ടി ഉമ്മന് തന്നെ അദ്ദേഹം ചെയ്തു കൊടുത്ത കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ അനുസ്മരണ വേളയിൽ അദ്ദേഹത്തിന്റെ പിതാവിനോട് ചെയ്ത കടപ്പാടുകൾ പറയേണ്ട ഒരു സന്ദർഭമാണെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അതൊരു അപരാധമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തണമെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുന്ന ഇന്നത്തെ ഏറാൻ മൂളികൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർ സംഘടിതമായി ഉണ്ടാക്കുന്ന കഥകൾക്കപ്പുറം ഒരു വ്യക്തിക്കെതിരെ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പല ഇല്ലാ കഥകൾക്കപ്പുറം ഒരു വ്യക്തി എന്താണെന്ന് ഇതുപോലുള്ള വാക്കുകൾ വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അത് ശബരിനാഥന്റെ ഭാര്യയായിട്ടുള്ള IAS ഉദ്യോഗസ്ഥ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ആയിക്കോട്ടെ, ഇനി അത് മറ്റു പേരുകളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഇങ്ങനെ കുരുപൊട്ടുകയാണെങ്കിൽ കുരു പൊട്ടാനേ സമയം കാണൂ എന്ന് മാത്രമേ പറയാനുള്ളൂ.